പ്രിയമുള്ളവരെ, പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടിയം സിതാര ജംഗ്ഷനിൽ രൂക്ഷമായ ട്രാഫിക് തടസ്സം. ഇന്നലെ രാത്രി ഒരു കണ്ടെയ്നർ ലോറി ഇടിച്ച് മറിയുകയും ആർക്കും അപകടമില്ലാത്ത തരത്തിൽ അത്ഭുതകരമായി ഡ്രൈവറും ക്ലീനറും രക്ഷപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്തേക്ക് പോകുന്ന പാത അടച്ച് അതിന് രക്ഷാപ്രവർത്തനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഫയർഫോഴ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന കൊട്ടിയം ജംഗ്ഷനിൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുന്ന മുഴുവൻ വാഹനങ്ങളും കണ്ണനല്ലൂർ വഴി തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. കൊട്ടിയം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നതാണ്. സാർ, എത്ര മണിക്കായിരുന്നു ഈ അപകടം? എത്ര മണിക്കായിരുന്നു അപകടം സാർ? രാവിലെ 6 മണിയോട് സംഭവിച്ചത്. 6 മണിക്കായിരുന്നു. 6 മണിയോട്. ആർക്കെങ്കിലും പരിക്ക് വല്ലതും പറ്റിയിട്ടുണ്ടോ? പരിക്കുകളൊന്നുമില്ല. വാഹനം ഡിവൈഡറിൽ ഇടിച്ചു കയറി. ആ സമയം തൊട്ട് ഇതേവരെ ഗതാഗതം സ്തംഭിച്ച നിലയിലാണ്. ഇപ്പോൾ നിലവിൽ എത്ര മണിക്കൂർ കൊണ്ട് ഇത് പരിഹരിക്കപ്പെടാൻ പറ്റും? ഇപ്പം ഈ റോഡിൽ വിട്ടിരിക്കുന്ന ഓയിൽ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ മാറ്റിയതിനു ശേഷം ഉടനെ തന്നെ ആരംഭിക്കാനാണ്. ഫയർഫോഴ്സ് ഇൻഫോ ചെയ്തിട്ടുണ്ടോ? ഫയർഫോഴ്സിനെ ഇൻഫോ ചെയ്തിട്ടുണ്ട്. റോഡിൽ ഓയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ, 2 വീലർ അടക്കമുള്ള ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ നിറച്ച് ഓയിൽ വീണിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ സജ്ജമായി തന്നെ ഇവിടെ വാഹനങ്ങൾ നിയന്ത്രിക്കുകയും വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കൊട്ടിയം സിതാര ജംഗ്ഷനിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. ചെറിയ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ട്രാഫിക് തടസ്സം ഭാഗികമായി മാറുകയും പൂർണ്ണതോതിൽ ട്രാഫിക് തടസ്സം മാറണമെങ്കിൽ റോഡിൽ വീണ ഓയിലുകൾ ഫയർഫോഴ്സ് എത്തി കഴുകി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ പൂർണ്ണമായി വാഹന തടസ്സം മാറുകയുള്ളൂ. കൊല്ലം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൊട്ടിയം തിരിഞ്ഞ് കണ്ണനല്ലൂർ വഴി കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്.